നമ്മൾ പോകുന്നുള്ളത് എൻ്റെ മാമൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് എവിടെയാ നമ്മൾ മടിക്കേരി വീരാജിപ്പേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫാമിലി ഞാനും വിജയശേട്ടനും അച്ഛനും അമ്മയും നന്ദു ഉണ്ട്, പ്രണതി ഉണ്ട്, മാമനും അമ്മയെ അവരൊക്കെ വേറെ വണ്ടിയിലുണ്ട് കേട്ടോ. അവർ മുമ്പിലോ ബാക്കിലോ അറിയില്ല എവിടെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ ഒന്നിച്ചാൽ വിട്ടത് വീട്ടിൽ. അപ്പം നമ്മൾ ഏകദേശം രാവിലെ ഒരു 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു 10:30 മണിയാകുമ്പോഴത്തേക്ക് അവിടത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ 5:30 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇരുട്ടല്ലേ ആ സമയത്ത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഒരു 6:30 മണിയൊക്കെ അതിന് ശേഷമാണ്. കാരണം നമുക്ക് കുറച്ച് ലൈറ്റ് കിട്ടണ്ടേ, പിന്നെ കാശി കയ്യിൽ ഉറക്കായതുകൊണ്ട് അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ സമയത്ത്. പിന്നെ നമ്മളൊരു 6:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് പാസ്സായി കേട്ടോ, കുറച്ച് എത്തിനി കർണാടക ബോർഡിലൊക്കെ എത്താനായെന്ന് തോന്നുന്നു എനിക്ക്. അതേപോലെ എനിക്ക് എന്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള റോഡ് മീൻസ് സൈഡിലുള്ള ആ ഒരു കാഴ്ചയില്ലേ, അടിപൊളിയാട്ടോ. രാവിലത്തെ ആ ഒരു കാഴ്ചയില്ലേ, രാവിലെ തന്നെ പോകണം, കണ്ട് ഇങ്ങനെ അത്രയ്ക്ക് എന്ത് രസം അറിയോ, തണുപ്പും അതേപോലെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലല്ലോ, നല്ല സുഖം ഉണ്ടായിരുന്നു. ഉറക്ക് വരുന്നില്ല സത്യം പറഞ്ഞാൽ, എല്ലാം കണ്ടുകൊണ്ട് പോകുമ്പോൾ നല്ല സുഖമാണ് പോകാൻ, ഒരു പ്രശ്നമില്ല. നല്ല തണുത്ത കാറ്റും അതേപോലെ AC-ൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതേപോലെ കാശി നല്ല ഉറക്കമായിരുന്നു വണ്ടിയിൽ നിന്ന്. പിന്നെ ഞാനും അമ്മ മറ്റേ വണ്ടിയിലാട്ടോ പോയത്. അപ്പോൾ ഞാനും അച്ഛനും പിന്നെ അനിയത്തിയും നന്ദുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ നല്ല ഛർദ്ദിച്ച് കോളാക്കി കേസ് വണ്ടിയിൽ നിന്ന്. അതുകൊണ്ട് അച്ഛനെ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അച്ഛൻ നേരെ അവിടെ ചെന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഒറ്റ കിടന്നാണ്. അപ്പോൾ അച്ഛൻ വണ്ടിയിൽ ഉണ്ട് എന്നല്ലാണ്ട് അച്ഛൻ്റെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ അച്ഛൻ ഫുൾ ടൈം ഓണിലായിരിക്കും, സംസാരിച്ചുകൊണ്ടുണ്ടാവും. പക്ഷെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് ഛർദ്ദിച്ചുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം ഛർദ്ദിച്ചു. അതുകൊണ്ട് തന്നെ അച്ഛനൊന്നും പറയാൻ പറ്റിയിട്ടില്ല, വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കിടന്നുറങ്ങിയാട്ടോ ചെയ്തത്. അപ്പം ഞാനും വിജയശേഖരനെ ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു ഒന്നും പ്രശ്നമില്ലാണ്ട് ഉണ്ടായത്. കാശി ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഉണ്ടായി. പിന്നുണ്ടല്ലോ അവിടെ കോടമഞ്ഞെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ അങ്ങ് എത്തുമ്പോൾ കോടമഞ്ഞൊക്കെ കാണാൻ പറ്റി നമുക്ക്. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പും. നമ്മൾ വയനാട് പോയ സമയത്ത് കോടമഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിജയിച്ചിട്ട് വന്നു കോടമഞ്ഞ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരു നോട്ടം നോക്കി. പിന്നെ അതേപോലെ അങ്ങനെയൊന്നും പറയാനില്ല, എനിക്ക് അത്രയ്ക്കും നല്ലൊരു എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു കേട്ടോ. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പോകുമ്പോൾ ഒരു കാണാനും അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. പക്ഷേ ഈ പോകുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഇതായിരുന്നു, സൂപ്പർ ഉണ്ടായിരുന്നു. നോക്കി എന്ത് രസം, നോക്കി ആ കാടെല്ലാം മരങ്ങളും. പ്രത്യേകിച്ചില്ലേ അങ്ങോട്ടുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ മരമൊക്കെ കാണാനില്ലേ, നമ്മളെ നാട്ടിലത്തെ പോലത്തെ മരമൊന്നുമല്ല, അടിപൊളി വലിയ ഹൈറ്റിൽ നല്ല കുറേ ഇങ്ങനെ ലീവ്സെല്ലാം വന്നിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ. കുറേ കൊമ്പും വലിയ നീളം കൂടിയ സംഭവമാണ് മരമെല്ലാം, അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ ഭയങ്കര ഹൈറ്റ്, നമ്മളിങ്ങനെ പോകുമ്പോൾ താഴെ കുണ്ടിൽ പോകുന്ന പോലെ ഇടും, മേലോട്ട് നല്ല ആ ഒരു ഇങ്ങനെ കയറ്റം ഇറക്കായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ സമയം ഒരു ഏകദേശം 9:30 മണി ആയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഒരു 10 മണിയെല്ലാം ആയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ എവിടെയപ്പോൾ എത്തിയേ, മടിക്കേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ മടിക്കേരിയിൽ നിന്നും ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്, ഏകദേശം അത്ര ഉണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഇറങ്ങിയതല്ലേ, 5:30 മണിക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ 4:30 മണിക്കെങ്കിലും എണീക്കുമല്ലോ, നമ്മൾ ബാക്കിയുള്ള സംഭവം ചെയ്യണ്ടേ. അപ്പോൾ അപ്പോഴത്തേക്ക് 9:30 മണി 10 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു മടിക്കേരി എത്തുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ടയർഡാവാൻ തുടങ്ങി. ആ വരുമ്പോൾ ഉള്ള ഒരു എനർജി ഒന്നും ഉണ്ടായിട്ടാ, കാരണം വിശക്കാൻ തുടങ്ങിയിട്ടേ. അച്ഛൻ്റെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫുള്ള് സൈഡായിന് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 10:30 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി ഗൈസ്.
പറഞ്ഞല്ലോ ഒരു 10:45 നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും. ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ഏകദേശം ഒരു ടയേർഡായിട്ടുണ്ട്, നല്ലോണം ടയേർഡായിട്ടുണ്ട്. അപ്പോൾ മറ്റേ വണ്ടിയിലത്തെ ആൾക്കാർ അമ്മായി, അമ്മായി, വീണ്ടും അമ്മായി, കുറേ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ആ ഒരു ചടങ്ങ് തുടങ്ങി. എന്നുവെച്ചാൽ നൂല് കെട്ട് ചടങ്ങാണല്ലോ. അപ്പോൾ നൂല് കെട്ടുന്നതിന് ആ ഒരു എന്താ പറയുക ചടങ്ങ് തുടങ്ങലായിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കുഞ്ഞിക്ക് വേണ്ട അങ്ങനെ പാല് കൊടുത്തു, എല്ലാവരും പാല് കൊടുത്തു. അതേപോലെ കുഞ്ഞിനെടുത്തു, എല്ലാവരും പാല് കൊടുത്തു. പിന്നെ കുഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ എല്ലാവരും നല്ല ഹാപ്പിയിലുണ്ടായി. അവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കൂല, അത്രയ്ക്ക് തണുപ്പാണ്. നമ്മളെ ഇവിടെ ആ ചൂട് സമയത്ത് അവിടെ നല്ല തണുപ്പ്. അപ്പോൾ നമുക്ക് എന്തോരം ആശ്വാസമാണ്. ഈ പകൽ സമയത്ത് നമുക്ക് ഇവിടെ വെയിലത്ത് നിൽക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ വെയിലുണ്ട്. അതേപോലെ തണുപ്പ് വെയിലാണെങ്കിൽ നല്ലൊരു ഇളം തണുപ്പാണ് കേട്ടോ. അടുത്ത ഈ നിലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല രസമാണ്, മൊത്തത്തിൽ നല്ല രസമാണ്. അപ്പോൾ കാശി ഇതാ തൊട്ടിലൊക്കെ ആട്ടുന്നുണ്ട്, കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട് തൊട്ടിലൊക്കെ ആട്ടുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു ആചാരം കേട്ടോ. ഈ തൊട്ടിലിങ്ങനെ ആട്ടിയിട്ട് അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. നമ്മളേലും ഉണ്ട് അത്. പക്ഷെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. കുഞ്ഞിനെ അമ്മായിൻ്റെ കൊടുത്തു. ഇനി കുഞ്ഞിക്ക് നൂല് കെട്ടണം. മാമൻ നൂല് കെട്ടും. എന്നിട്ട് അമ്മായി കണ്ണെഴുതി. അങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്നിട്ടാട്ടെ നമ്മൾ ചായ കുടിച്ച് നമ്മൾ വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അതേപോലെ ആടെ എത്തിയിട്ട് ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിച്ചത്. അപ്പോഴത്തേക്ക് പഴിച്ചിട്ടൊന്നും കഴിയുന്നുണ്ടായിട്ട്, സത്യമായിട്ട് പഴിച്ചിട്ട് ഇങ്ങനെ കണ്ണ് തീ പാറുന്നു ഗൈസ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി ചായ കുടിക്കുകയാണ്. നമ്മൾ ആടുന്ന് മടങ്ങിയിട്ട് എനിക്ക് ആടുന്ന് ബാക്കിയുള്ള സംഭവം നമ്മൾ ചായ കുടിക്കുന്ന വരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കാശി കുറച്ച് വയലൻ്റ് ഗൈസ്. അപ്പോൾ പിന്നെ അവൻ്റെ കാര്യം നോക്കാനായി അവന് ഫുഡ് കൊടുത്തു. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു 2:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചെത്തണമല്ലോ, അപ്പോൾ കുറച്ച് ലേറ്റാവും. അങ്ങനെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞെല്ലുള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പോയി വരാൻ വേണ്ടി പോയതല്ലേ. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ കഴിയാണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഒരു 2:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ നമ്മൾ വേറെ വഴിയില്ല കേട്ടോ, പോകുമ്പോൾ വേറെ വഴി പോയി, വരുമ്പോൾ വേറെ വഴി വന്നു. അങ്ങനെ കുറേ റോഡൊക്കെ തെറ്റിയിട്ട് കുറേ നമ്മൾ പെട്ട് കഴിച്ചു. അവിടെ കുറേ വേറെ വഴിയിലായതുകൊണ്ട് നമ്മൾ അടുത്താണ് ഈ വഴി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അടുത്ത് തന്നെയാണ്,
നമുക്ക് ഈ വഴി അറിയാത്തത് കൊണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടു അവിടെ വഴി തെറ്റിയിട്ടെല്ലാം പോയി മാറിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ വഴിയിൽ തന്നെ വീണ്ടും പോയി അങ്ങനെ കുറേ ടൈം എടുത്തു. അങ്ങനെ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടി നമ്മൾ 2 വണ്ടി ഉണ്ടല്ലോ, മറ്റേ വണ്ടി നമ്മൾ എത്തുന്ന 1 മണിക്കൂർ മുന്നേ എത്തി. അപ്പോൾ എൻ്റെ ഇടയിൽ വണ്ടീൻ്റെ ടയറിൻ്റെ കാറ്റ് പോയി, അങ്ങനെ കുറച്ച് എന്തെല്ലോ പ്രശ്നമായി. അപ്പോൾ അതിനെല്ലാം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് പാണത്തൂരെത്തി. ഞാൻ കുറേ എടുക്കാൻ വിട്ടു. അപ്പം എന്താ പോകുന്ന വഴിക്കില്ല നല്ല കാടും അതേപോലെ വരുമ്പോൾ നല്ല മഴ അത്യാവശ്യം നല്ല മഴയുണ്ടായിന്. എന്താ വെച്ചാൽ നല്ല അങ്ങോട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പും ഇരുട്ടാണ്, കാടൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ ഒരു അടിപൊളി ഒരു എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കാശി വരുമ്പോൾ കുറേ സമയം ഉറങ്ങി. അപ്പോൾ കാശി ഇപ്പം നല്ല ഉറക്കത്തിലാണ്. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ വരെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി തോന്നുന്നു. 2:30 വിട്ടിട്ട് വീട്ടിലെത്താൻ 7 മണിയെല്ലാം ആയി. കാരണം വഴി തെറ്റിയതെല്ലാം കൊണ്ട് അവർ 6 മണിക്ക് എത്തിയിട്ട് നമ്മൾ എത്തുമ്പോൾ 7 മണിയായി. അങ്ങനെ നമ്മൾ ചോദിച്ച് അങ്ങനെയല്ലോ എത്തി ഗൈസ്. അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചേട്ടാ.